ബംഗ്ലാദേശിൽ നിന്നും സ്ത്രീകളെ കൊണ്ടുവരുന്ന സെക്സ് റാക്കറ്റിലെ പ്രധാന കണ്ണിക്കെതിരെ കാപ്പ ചുമത്താൻ നൽകിയ റിപ്പോർട്ട് 4 മാസമായിട്ടും നടപ്പായില്ല. വയനാട് സ്വദേശി സുഹൈൽ തങ്ങൾക്കെതിരെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ജില്ലാ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടാണ് അട്ടിമറിക്കപ്പെട്ടത്. അതേസമയം കാപ്പ ചുമത്താൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള കേസുകൾ പ്രതിക്കെതിരെ ഇല്ലാത്തതിനാലാണ് നടപടിയെടുക്കാൻ കഴിയാത്തതെന്നാണ് കളക്ടറുടെ വിശദീകരണം. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ബംഗ്ലാദേശിൽ നിന്ന് പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന് സെക്സ് റാക്കറ്റിന് കൈമാറുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് വയനാട് മുട്ടിൽ സ്വദേശി സുഹൈൽ തങ്ങളെന്ന ബാവക്ക. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി ഇയാൾക്കെതിരെ 6 കേസുകളുണ്ട്. പ്രതിക്കെതിരെ കാപ്പ ചുമത്തണമെന്ന് കാണിച്ച് കഴിഞ്ഞ ഓഗസ്റ്റ് 4-ന് സിറ്റി പോലീസ് കമ്മീഷണർ PA വത്സലൻ കോഴിക്കോട് ജില്ലാ കലക്ടർക്ക് നൽകിയ റിപ്പോർട്ടാണിത്. പ്രതിക്കെതിരെ കാപ്പ ചുമത്താനുള്ള കൃത്യമായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഫേവറബിൾ റിപ്പോർട്ട് ഓഗസ്റ്റ് 4-ന് കമ്മീഷണർ ഓഫീസിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 3 മാസം കഴിഞ്ഞിട്ടും അതിൻ്റെ മുകളിൽ ഒരു നടപടിയും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. കാപ്പ ചുമത്തുന്നതിനുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള കുറ്റങ്ങൾ കമ്മീഷണറുടെ റിപ്പോർട്ടിലില്ലെന്നാണ് ജില്ലാ കലക്ടർ N. പ്രശാന്തിന്റെ വിശദീകരണം. നിലവിലുള്ള നിയമങ്ങൾ അപര്യാപ്തമായതിനാൽ പൊതുതാൽപര്യം മാനിച്ച് കേരള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കുന്നതിന് ഞാൻ പൂർണ്ണമായും സംതൃപ്തനാണ്. സുഹൈൽ തങ്ങൾക്കെതിരെ കാപ്പ ചുമത്തണമെന്ന് കാണിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ 4 മാസം മുമ്പ് ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ടാണിത്. കേസിലെ ഇരകൾ വിവിധ ഹോമുകളിൽ തടവുകാരായി കഴിയുമ്പോൾ പ്രധാന പ്രതി സുഹൈൽ തങ്ങൾ സെക്സ് റാക്കറ്റ് സംഘങ്ങളിൽ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നു. കോഴിക്കോട് നിന്നും KM ഷഹീദ്, റിപ്പോർട്ടർ.